സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ബയോഡൈവേഴ്സിറ്റീനെ പറ്റിയിട്ടാണ്. സോ അതിൽ ഞാൻ നിങ്ങൾക്കൊരു വർക്കും തന്നിട്ടുണ്ടായിരുന്നു ബയോഡൈവേഴ്സിറ്റീനെ പറ്റിയിട്ട് 3 pages കുറയാതെ ഒരു എസ്സേ പോലെ എഴുതാനായിട്ട്. അടുത്ത ഈ ഒരു ഏരിയയിലുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഇക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ ഇൻഡിവിജ്വൽ ഇൻട്രാക്ട് വിത്ത് ആൻഡ് റെസ്പോണ്ട് ടു ദ എൻവയോൺമെൻറ്റ് അറൗണ്ട് ദം ആൻഡ് ഹൗ ദീസ് ഇൻട്രാക്ഷൻസ് എഫക്റ്റ് സൊസൈറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് ആസ് എ ഹോൾ. അതായത് സോഷ്യൽ ഇക്കോളജി എന്ന് പറഞ്ഞാൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയുമായിട്ട് അയാൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, അത് എങ്ങനെ സൊസൈറ്റിയെ അല്ലെങ്കിൽ ആസ് എ ഹോൾ എൻവയോൺമെൻറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള പഠനത്തെയാണ് സോഷ്യൽ ഇക്കോളജി എന്ന് പറയുക. അപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫോറസ്റ്റ്, ഓക്കെ. സോ ഞാൻ അതിലേക്ക് എപ്പോഴും വേസ്റ്റ് കൊണ്ടുപോയിടുകയാണ്. അങ്ങനെ ഞാൻ വേസ്റ്റ് കൊണ്ടുപോയി ഇടുമ്പോൾ അതായത് 1 വട്ടം ചെയ്തു, 2 വട്ടം ചെയ്തു, 10 വട്ടം ചെയ്തു, 20 വട്ടം ചെയ്തു, അങ്ങനെ ചെയ്ത് വരുമ്പോൾ അത് ഒന്നെങ്കിൽ ആ ഏരിയ അല്ലെങ്കിൽ അവിടെയുള്ള ഏരിയയിലുള്ള ആ ഫോറസ്റ്റ് നിൽക്കുന്ന ഏരിയയിലോ അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ്റിന് തന്നെ അല്ലെങ്കിൽ ആ സൊസൈറ്റിക്ക് തന്നെ, ഈ ഫോറസ്റ്റിലും ട്രൈബൽ സൊസൈറ്റീസ് ഉണ്ട്, അവർക്കതൊരു നെഗറ്റീവായിട്ടത് തോന്നാം. അപ്പം നമ്മളുടെ അങ്ങനത്തെ ചില ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള അതിനെ പറ്റിയിട്ടുള്ളൊരു പഠനമാണ് സോഷ്യൽ ഇക്കോളജി എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻ്റലിസം എന്നുള്ളതാണ്. എൻവയോൺമെൻ്റലിസം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആൻഡ് എത്തിക്കൽ മൂവ്മെൻറ്റ് ദാറ്റ് സീക്സ് ടു ഇംപ്രൂവ് ആൻഡ് പ്രൊട്ടക്ട് ദ ക്വാളിറ്റി ഓഫ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ത്രൂ ചേഞ്ചസ് ടു എൻവയോൺമെൻ്റലി ഹാംഫുൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അതായത് എൻവയോൺമെൻ്റലിസം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എത്തിക്കലായിട്ടോ ചില മൂവ്മെൻറ്റ്സ് ചില കാര്യങ്ങളോട് അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ നർമ്മദ ബച്ചാവോ ആന്തോളൻ അല്ലെങ്കിൽ ചിപ്കോ മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഹ്യൂമൻ ആക്ടിവിറ്റീസ് അത് ലേറ്റർ അത് എൻവയോൺമെൻറ്റിനെ വളരെ ഡേഞ്ചറസ് ആയിട്ട് അതിനെ ബാധിക്കുമെന്നുള്ളൊരു ബോധം ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ അതിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തെയാണ് എൻവയോൺമെൻ്റലിസം എന്ന് പറയുക. അപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നർമ്മദ ബച്ചാവോ ആന്തോളൻ, മേധാ പട്കറൊക്കെ ലീഡ് ചെയ്തിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ് പറയാം. അതുപോലെ ചിപ്കോ മൂവ്മെൻറ്റ് പറയാം. സുന്ദർലാൽ ബഹുഗുണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, അതായത് അദ്ദേഹം എന്താ പറയുക, ഈ ലഹരിയുടെ മൂവ്മെൻറ്റ് 1990s ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സുന്ദർലാൽ ബഹുഗുണ എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം 1970കളിൽ. സോ അദ്ദേഹം ഇപ്പോൾ റീസെൻ്റായിട്ട് May 21 മരിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹവും ഒരു എൻവയോൺമെൻ്റലിസ്റ്റാണ്. അതായത് എൻവയോൺമെൻ്റലിസം എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒരാളും കൂടിയാണ് സുന്ദർലാൽ ബഹുഗുണ. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ്, ചിപ്കോ മൂവ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ നർമ്മദ ബച്ചാവോ ആന്തോളൻ മൂവ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ നടന്നിട്ടുള്ള സൈലൻറ്റ് വാലി ആയിക്കോട്ടെ, പ്ലാച്ചിമട മൂവ്മെൻറ്റ്സ് ഒക്കെ തന്നെ എൻവയോൺമെൻ്റലിസം എന്നുള്ളൊരു കാറ്റഗറിയിൽ അത് പെടുത്താം. കാരണം അത് പൊളിറ്റിക്കലി അല്ലെങ്കിൽ സോഷ്യലി അല്ലെങ്കിൽ എത്തിക്കലി ചില ആക്ടിവിറ്റീസ് മനുഷ്യന്മാർ പ്രകൃതിയോട് ചെയ്യുന്ന ആക്ടിവിറ്റീസിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ആ ഹാംഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് എൻവയോൺമെൻ്റലിസം എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിന് സിമ്പിളായിട്ട് നമുക്ക് പറയാം ദ കൺസേൺ അബൌട്ട് ദ ആക്ഷൻ എയിംഡ് അറ്റ് പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്. സിമ്പിളായിട്ട് എൻവയോൺമെൻ്റലിസത്തിനെ പറയാം നമ്മളുടെ കൺസേൺ, നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു കൺസേണിന് നമുക്ക് എൻവയോൺമെൻ്റലിസം എന്ന് പറയാം. പിന്നെ ഇതിലുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എൻവയോൺമെൻ്റൽ ജസ്റ്റിസ് എന്നുള്ളതാണ്. എൻവയോൺമെൻ്റൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫെയർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് മീനിങ്ഫുൾ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഓൾ പീപ്പിൾ റിഗാർഡ്ലെസ് ഓഫ് റേസ്, കളർ, നേഷണൽ ഒറിജിൻ with respect to the development, implementation and enforcement of environmental laws, regulations and policies. അതായത് ഒരു ഗവൺമെൻറ് പറയുന്ന പോളിസീസ് ആയിക്കോട്ടെ, റെഗുലേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള അതൊക്കെ നമ്മളുടെ അതിനോട് അത്രയും ആദരവ് കാണിച്ചുകൊണ്ട് നമ്മളുടെ റേസ് ഏതാ അല്ലെങ്കിൽ നമ്മൾ എവിടെ ജനിച്ചു അല്ലെങ്കിൽ എന്ത് കാറ്റഗറിയിൽ പെടുന്ന ഒന്നും ചിന്തിക്കാതെ ഒരു ഫെയർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നത് നല്ലതാണോ അല്ലെങ്കിൽ ചീത്തതാണോ എന്നുള്ള ആ ഒരു അവബോധത്തിനെയാണ് എൻവയോൺമെൻ്റൽ ജസ്റ്റിസ് എന്ന് പറയുക.
എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ് ഡിമാൻഡ് ദാറ്റ് പബ്ലിക് പോളിസി ബി ബേസ്ഡ് ഓൺ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് ജസ്റ്റിസ്. അതായത് നമ്മൾ മനുഷ്യന്മാർ കൊണ്ടുവരുന്ന ലോസ് ആൻഡ് റൂൾസ് എപ്പോഴും ഈക്വലി റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം. അതായത് പ്രകൃതി അവർക്ക് മിണ്ടാൻ കഴിയില്ല അല്ലെങ്കിൽ അവർ റിപ്ലൈ ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് നമ്മളെന്തും തോന്നിയ പോലെ കാണിക്കരുത്, അല്ലെങ്കിൽ വി ഷുഡ് ബി ട്രീറ്റിംഗ് ദം ഈക്വലി എന്നുള്ള ഒരു സംഭവം. അതായത് പ്രകൃതിയെയും നമ്മൾ ഈക്വലി ട്രീറ്റ് ചെയ്യുക, അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് എന്നുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് അവിടെ എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ് വരിക എന്ന് പറയുന്നത്. അതായത് അവരെ ഫ്രീ ഫ്രം ഡിസ്ക്രിമിനേഷൻ. നമ്മൾ അതായത് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് വെറും നമ്മൾ കാണുന്ന പോലെ എന്താ പറയുക മണ്ണോ അല്ലെങ്കിൽ അതായത് നമ്മൾ പറയും ജീവനില്ലാത്ത അബയോട്ടിക്കും ബയോട്ടിക്കും എന്ന് പറഞ്ഞ എനർജീസൊക്കെ ഉണ്ടല്ലോ, ജീവനില്ലാത്തതുള്ളതുമായ, എങ്കിൽ കൂടി അവർ നമ്മളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തരുന്ന പങ്ക് വളരെ വലുതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഇപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പാടം ഒക്കെ എന്താ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എൻവയോൺമെൻറ്റൽ അതിനെതിരായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് നടക്കുമ്പം നമ്മൾ ജസ്റ്റിസ് കാണിക്കില്ല, ചില സമയത്ത് പറ്റില്ല. അല്ലെങ്കിൽ ഫോറസ്റ്റ് കയ്യേറി നമ്മളവിടെ വികസനം നടത്തുമ്പോൾ നമ്മൾ പറയാൻ പറ്റില്ല, കാരണം അവിടെയും അതിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഫെയർ ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളൊരു ഒപ്പീനിയൻ നമുക്ക് വരും. അപ്പം ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു അവബോധത്തിനെയാണ് എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ് എന്നുള്ള ആ ടൈറ്റിലിൽ പറയുന്നത്. അപ്പോൾ അത്രയാണ് നമ്മളെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് കാറ്റഗറിയിലുള്ള, അതായത് മെയിൻ ടോപ്പിക്സുകളിൽ ഉള്ള കാര്യം. പിന്നെ ഇനിയുള്ള ഒരു ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡ് ഫോർ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ എന്നുള്ളതാണ്. സോ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ environmental conservation is a practice that paves the way for protecting the environment and natural resources on the individual, organization as well as government levels. അതായത് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രൂ സർക്കാർ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന വഴിയോ നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസിനെ അല്ലെങ്കിൽ നമ്മളുടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും വഴികൾ നമ്മളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെ സൊസൈറ്റിയിൽ അഡോപ്റ്റ് ചെയ്യുമ്പം അതിനെയാണ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ എന്ന് പറയാം. ഇൻ അതർ വേർഡ്സ് നമുക്ക് പറയാം ദ പ്രിവെൻഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ ഹാബിറ്റേറ്റ് ആൻഡ് സ്പീഷീസ് ആർ നോൺ ആസ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ എന്ന് പറയാം. അതായത് പ്രിവെൻറ്റ് ചെയ്യുക, ഇഫ് നമ്മളെന്തെങ്കിലും റോങ് ആയിട്ട് എൻവയോൺമെൻറ്റിന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തടയുക. അതുപോലെ മാനേജ്മെൻറ്റ്, അതായത് അതിനെ പ്രോപ്പറായിട്ട് എങ്ങനെ ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ രീതിയിൽ, അല്ലെങ്കിൽ കൺസർവേഷൻ, ഇപ്പോൾ പ്ലാസ്റ്റിക് ഒഴിവാക്കി നമ്മൾ കോട്ടൺ ബാഗ് ഉപയോഗിക്കാൻ, തുണി ബാഗ് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പേപ്പർ ബാഗ് ഉപയോഗിക്കാനൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ആ രീതികളിലുള്ള കൺസർവേഷൻ, നമ്മളുടെ നാച്ചുറൽ ഹാബിറ്റേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പം അവിടെയാണ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ നടക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ, അതായത് നമ്മളുടെ ഇപ്പോൾ കറൻ്റ്ലി 2021 എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആശയത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതായത് പ്രകൃതി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള നമ്മളിപ്പോൾ ആ തുടക്കത്തിലെ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ പറഞ്ഞു പലതരത്തിലുള്ള ഇക്കോസിസ്റ്റംസ് ഉണ്ട്, പലതരത്തിലുള്ള ബയോഡൈവേഴ്സിറ്റീസ് ഉണ്ട് നമ്മളുടെ പ്രകൃതിയിൽ. അപ്പം അതിപ്പം എന്തായിരിക്കോട്ടെ, ഈ പറഞ്ഞ ഓഷ്യൻ ആയിക്കോട്ടെ, റിവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാംഗ്രൂവ്സ് ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ളതായാലും അതായത് അങ്ങനത്തെ പല ബയോഡൈവേഴ്സിറ്റി അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് നമ്മളുടെ എൻവയോൺമെൻറ്റ്. സോ അതിൽ ഈ 2021 നമ്മൾ പലതരത്തിലുള്ള ഈ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പം ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ, പണ്ട് ഹിസ്റ്റോറിക്കലി അതായത് ചരിത്രം നോക്കി കാണുമ്പോൾ അത്രയും വ്യത്യാസം, അതായത് ഈ കാലഘട്ടത്തിലെ നമ്മളുടെ എർത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പീക്കിൽ, അതായത് ഇത്രയും കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത്. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരുടെ ചില റിഗ്രറ്റ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ടാണ്. അവർ ചെയ്യുന്ന ഒരുപാട് ഇപ്പോൾ ക്വാറി ആയാലും മൈനിങ് ആയാലും ഒക്കെ തന്നെ ഓവറായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഇത് വന്നിട്ടുള്ളത്. അതിപ്പം
അപ്പോൾ നമ്മൾ ഈ ഓരോരോ, അതായത് ഇതിൻ്റെയൊക്കെ ഈ പറഞ്ഞ നമ്മളിപ്പോൾ വിചാരിക്കും ഓക്കെ ഓഷ്യൻ ഇല്ലെങ്കിൽ എന്താ, അല്ലെങ്കിൽ റിവർ ഇല്ലെങ്കിൽ എന്താണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകും. അതില്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം പലപ്പോഴും ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബോധം ഇല്ലാത്തതല്ല, പക്ഷേ സെൽഫിഷ് ആവുന്നതാണ്. അപ്പം അതിന് റിട്ടേൺ ആയിട്ട് നമുക്ക്, അതായത് ഇപ്പോൾ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതായത് ഇത്തിരി വെയിൽ വരുമ്പോഴേക്കും വല്ലാത്ത ചൂടുള്ള അവസ്ഥയൊക്കെ ബിക്കോസ് ഓഫ് നമ്മളുടെ ഇപ്പോഴത്തെ കറൻ്റ്ലി ഉള്ള എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻ്റെ കാരണം കൊണ്ടാണ്. ഈ കടൽ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഓഷ്യൻ ഇല്ലാതാവുക, അല്ലെങ്കിൽ അതിലെ ആ കോറൽ ലീഫൊക്കെ ഉണ്ടല്ലോ, കോറൽ ലീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ എന്താ പറയുക, മൺപുറ്റുകളോ എന്താ സൈഡിലുള്ള കടലിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ, പാറയും കെട്ടും മൺപുറ്റൊക്കെ ആയിട്ട്. അതിനൊക്കെ ഓരോരോ പർപ്പസ് ഉണ്ട്. അതിൻ്റെയൊക്കെ, അതായത് ഈ ഓഷ്യൻ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഭൂമിയിലേക്ക് അത്രയും ഓക്സിജൻ തരുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ തടഞ്ഞു വയ്ക്കുന്ന ഒന്നും കൂടിയാണ് ഓഷ്യൻ. സോ അതിനൊന്നും ഹാംഫുൾ ആവുന്ന രീതിയിൽ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നമ്മളെ തന്നെയാണ് ബാധിക്കുക എന്നുള്ളൊരു അവബോധം നമുക്കില്ലാതാവുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ നമ്മളുടെ സോയിൽ, മണ്ണായാലും അതിനെ പ്ലാസ്റ്റിക് ഇട്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള സബ്സിസ്റ്റൻസ് ഇട്ടിട്ട് അതിനെ ഹാംഫുള്ളായ രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫുഡ്, വാട്ടർ, ഷെൽട്ടറിനൊക്കെ ഇത് ബാധിക്കുമെന്നുള്ളൊരു അവബോധം ഇല്ലാതാവുന്ന അവസ്ഥയും ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മളുടെ ടു റെഡ്യൂസ് എയർ, വാട്ടർ, ലാൻഡ് പൊല്യൂഷൻ, നമ്മളുടെ പ്രകൃതിയിലുള്ള അന്തരീക്ഷത്തിലുള്ളതായിക്കോട്ടെ, വെള്ളത്തിലുള്ളതായിക്കോട്ടെ, ഏത് തരത്തിലുള്ള പൊല്യൂഷനെയും കുറയ്ക്കണമെങ്കിൽ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ഉണ്ടായാലേ സാധിക്കുള്ളൂ. അതുപോലെ ടു ഫെസിലിറ്റേറ്റ് ദ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഫോർ അവർ ഫ്യൂച്ചർ ജനറേഷൻ, അതായത് നമ്മൾ ആസ്വദിക്കുന്ന എൻവയോൺമെൻറ്റ് നമ്മളുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് വരുന്ന, അതായത് നമ്മളുടെ കഴിഞ്ഞിട്ടുള്ള തലമുറയ്ക്കും പ്രകൃതി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിട്ട് പോകണം. അപ്പം എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതവിടെ ഉണ്ടാവുള്ളൂ. പിന്നെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ടു എൻഷുർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, പലതരത്തിലുള്ള സ്പീഷീസ് ലോകത്തിലുണ്ട് നമ്മൾ പറഞ്ഞു. സോ അതിനെയൊക്കെ തന്നെ വരും തലമുറയ്ക്ക് കാണണമെങ്കിലും എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ വേണം. പിന്നെ ടു ഇംപ്ലിമെൻറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിലും എന്ത് വേണ്ടി വരും? ഈ പറഞ്ഞ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ വേണ്ടി വരും. അതുപോലെ ഗ്ലോബൽ വാർമിങ്, ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നൊക്കെ നമ്മളുടെ പ്രകൃതിയെ രക്ഷിക്കണമെങ്കിലും എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ വേണം. സോ ഈ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ സംഭവം, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇപ്പോൾ മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയല്ലേ? അതല്ല, നമ്മൾ ചെയ്യുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട് ഈ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്ത് വയ്ക്കാൻ കുറേ കാര്യങ്ങൾ. അതിപ്പം നേരത്തെ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്, കോട്ടൺ ബാഗ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ പേപ്പർ ബാഗ് യൂസ് ചെയ്യുക എന്നുള്ളത്. അതൊരു എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ്റെ മെത്തേഡാണ്. പിന്നെ ഉള്ളത് കുറച്ച് വെള്ളം ഉപയോഗിക്കുക, കൂടുതൽ വാട്ടർ സേവ് ചെയ്യുക എന്നുള്ളൊരു സംഭവം. പിന്നെ റീസൈക്ലിംഗ് എന്ന് പറയുന്നത് വേറൊരു മെത്തേഡാണ്. അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് വേറൊരു മെത്തേഡാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വേറൊരു മെത്തേഡാണ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ്റെ. പിന്നെ വനനശീകരണം പോലെയുള്ള സാധനങ്ങളെ തടഞ്ഞുകൊണ്ട് അഫോറസ്റ്റേഷൻ, അതായത് മരങ്ങളെ വീണ്ടും നട്ടുപിടിപ്പിക്കുന്നത്. അതിപ്പം വനങ്ങളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ മരങ്ങളൊന്നുമില്ലാത്ത പറമ്പിലും വനങ്ങളെ നട്ടുപിടിപ്പിക്കുന്നതും ഒരു എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ പബ്ലിക് അവെയർനെസ് കൊടുക്കുന്നതൊക്കെ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ്റെ ഭാഗമാണ്. അതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലിൽ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ പറഞ്ഞ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങളൊക്കെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഡ്രസ്സിങ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ ഫുഡ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മളുടെ യാത്ര ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓരോ വീട്ടിലും ഓരോരോ വണ്ടി അല്ലെങ്കിൽ ഓരോരോ എന്താ പറയുക, അങ്ങനത്തെ വാഹന സൗകര്യം ഉണ്ട് ഓരോരുത്തർക്കും. അപ്പം അതൊക്കെ തന്നെ ഓവറായിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് എപ്പോഴും പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ പ്രകൃതിക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് എൻവയോൺമെൻറ്റൽ കൺസർവേഷനായിട്ട് മാറും. അപ്പം അത്രയാണ് എൻവയോൺമെൻറ്റൽ കൺസർവേഷനിലുള്ളത്. സോ ഇതിൻ്റെ ഒന്നും നോട്ട് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യില്ല, അതായത് ക്ലിക്ക് ചെയ്തിട്ടോ ആർട്ടിക്കിളോ ഞാൻ പ്രൊവൈഡ് ചെയ്തില്ല.
ഈ വോയിസ് കേട്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള നോട്ട് ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങളതിനെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ശ്രമിക്കുക. ഈ ലാസ്റ്റ് പറഞ്ഞ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എസ്സേക്കോ അല്ലെങ്കിൽ 5 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പം ഇതും നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ബയോഡൈവേഴ്സിറ്റി പറഞ്ഞതുപോലെ ഒന്ന് നന്നായിട്ട് നിങ്ങൾ അതിനൊരു 3 പേജിൻ്റെയോ അല്ലെങ്കിൽ 2.5 പേജിൻ്റെ ഒരു ആൻസർ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക.